നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആയുർവേദത്തിലും ഒറ്റമൂലികളിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് മുക്കൂറ്റി. ഈ ചുറ്റും വളർന്നു നിൽക്കുന്ന കാട്ടിയടികളിൽ ആ മഞ്ഞ പൂവുണ്ടായി നിൽക്കുന്ന സുന്ദരനാട്ടോ ആള്. ഇംഗ്ലീഷിൽ ഇതിനെ ജനറലായിട്ട് വിളിക്കുന്നത് ലിറ്റിൽ ട്രീ പ്ലാന്റ് എന്നാണ്. അപ്പോൾ ഈ ജനറലായിട്ട് വിളിക്കുന്നു എന്ന് പറയാനൊരു കാരണമുണ്ട്. ഇതിൻ്റെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ തന്നെയാണ് അതിൻ്റെ കാരണം. ഈ സെയിം ജനസിലുള്ള കാണാൻ ഇതുപോലെ തന്നെ ഇരിക്കുന്ന 3 തരം സ്പീഷീസുകളാണുള്ളത്. ഒന്ന് ബയോഫൈറ്റം സെൻസിറ്റീവ്, വേറെ ഒന്ന് ബയോഫൈറ്റം റെയിൻവാട്ടി, പിന്നെ വേറെ ഒന്ന് ബയോഫൈറ്റം നെർവിഫോളിയം. ഇത് മൂന്നും തന്നെ കേരളത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഈ കാണിച്ചേക്കുന്നത് ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കുറച്ച് പാടാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഐഡൻറ്റിഫൈയിങ് പാരാമീറ്റർ ആയിട്ട് എടുത്തേക്കുന്നത് ഇതിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. ഈ പറഞ്ഞ 3 സ്പീഷീസിൽ സെൻസിറ്റീവം എന്ന് പറഞ്ഞ സ്പീഷീസിന് ഹൈ സെൻസിറ്റിവിറ്റി ആണുള്ളത്. ഈ ഇല തൊട്ടാവാടികൾ പോലെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുങ്ങിപ്പോകും. രണ്ടാമത് റെയിൻ വാട്ടി എന്ന് പറഞ്ഞ സ്പീഷീസിലും ചിലതിൽ ഇല ചുങ്ങും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് വളരെ മൈൽഡായിട്ടാണ് ചുങ്ങോളൂ എന്നും പറയുന്നുണ്ട്. പക്ഷെ സെൻസിറ്റീവത്തിനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കും റെയിൻ വാട്ടി എന്നും പറയുന്നുണ്ട്. പിന്നെ നെർവിഫോളിയം എന്ന് പറഞ്ഞ സ്പീഷീസിന് ഇല തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുങ്ങി പോവില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ എടുത്തേക്കുന്ന വളരെ ചെറുതാണ്, ഇല സെൻസിറ്റീവ് ആണ്. പിന്നെ ബയോഫൈറ്റം സെൻസിറ്റീവും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന, കേരളത്തിൽ അക്രോസ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ആയതുകൊണ്ട് നമ്മൾ ബയോഫൈറ്റം സെൻസിറ്റീവും എന്ന് പറഞ്ഞ സ്പീഷീസാണ് ഇതെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമത്തിന്റെ കാര്യത്തിൽ ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഇൻഡോ മലേഷ്യൻ ജൈവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഒരു ഏകവർഷിയായ ഒരു സസ്യമാണ് മുക്കൂറ്റി. ഈ ഏകവർഷീയം എന്ന് പറയാനുള്ള ഒരു കാരണം, ഒരു കൊല്ലമാണ് മാക്സിമം ഒരു മുക്കൂറ്റിയുടെ ആയുസ്. ഇതിന്റെ മണ്ണിൽ വീഴുന്ന വിത്തുകൾ അടുത്ത മഴക്കാലത്താണ് മുളച്ചു വരുന്നത്. ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് എടുത്ത വീഡിയോയാണ്. കേരളത്തിലെ പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കാണാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചെടിയാണ് മുക്കൂറ്റി. ഒരു തെങ്ങിന്റെ ചെറിയൊരു പതിപ്പ് പോലെ തോന്നിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ലിറ്റിൽ ട്രീ പ്ലാന്റ് എന്നും വിളിക്കുന്നത്. ഇനി ഈ ചെടിയുടെ ഒരു ജനറൽ ഡിസ്ക്രിപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു 8 മുതൽ 15 സെന്റിമീറ്റർ വരെയാണ് ഇതിന് സാധാരണ ഉയരം വെക്കുന്നത്. ഈ ചെടിയുടെ മണ്ണിനോട് മുട്ടിയിരിക്കുന്ന ഭാഗം, അതായത് കാണ്ട ഭാഗത്തിൽ നിന്നും നാനാ ഭാഗത്തേക്കുമാണ് ഇലകൾ വിരിഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾക്കത് ഈ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം. തൊട്ടാവാടിയുടെ ഇല പോലെയുള്ള ഇലകളാണ് ഇതിനുള്ളത്. അതിൻ്റെ തന്നെ ഒരു സെൻസിറ്റിവിറ്റിയും ഇതിനുണ്ട്. തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലകൾ ചുങ്ങി. തണ്ടിൽ വളരെ അടുക്കി അടുക്കി വെച്ചേക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഇലകളുള്ളത്. ആ തണ്ടും ഇലകളും ആണെങ്കിൽ ഭൂമിക്ക് വളരെ പാരലായിട്ടാണുള്ളത്. ഈ ഇലകളുടെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പച്ച കളറാണ്, നല്ല ബ്യൂട്ടിഫുള്ളും വളരെ ചെറിയ ഇലകളാണ് ഇതിൻ്റേത്. മുകൾഭാഗത്ത് വളരെ ഡാർക്ക് ആയിട്ടുള്ളൊരു പച്ചയാണെങ്കിൽ അടിഭാഗത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ വിളറിയ ഒരു പച്ച കളറാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പൂക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ കാണ്ടത്തിൻ്റെ നടുക്ക് ഭാഗത്ത് നിന്നും നേരെ പൊങ്ങിപ്പോകുന്ന ഒരു തണ്ടിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെങ്ങോ ഒരു സ്ട്രീറ്റ് ലൈറ്റോ പോലെ ഇരിക്കും. പല ലൈറ്റ്സ് ഉള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇരിക്കും ഇതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു തണ്ടിൻ്റെ നടുക്കേക്കടെ പോകുന്ന ആ ഒരു തണ്ടിൻ്റെ നേരെ മുകളിലായിട്ട് ഒന്നിൽ കൂടുതലോ പൂക്കളോ ഉണ്ടാവും. ഈ തണ്ടാണെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ വരെ മുകളിലേക്ക് പൊങ്ങി നിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ പൂക്കൾക്ക് 5 ഇതളാണ് ഉണ്ടാവുക. ഈ പൂക്കൾക്ക് മഞ്ഞ കളറാണ് പൊതുവേ ഇവിടെ കണ്ടുവരുന്നത്. പക്ഷേ വേറെയും കളറിലുള്ള പൂക്കളുണ്ട്, വെള്ളയുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ഓറഞ്ച് കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് മഞ്ഞ കളറുള്ള പൂക്കളാണ്. വെള്ള കളറിലുള്ളതോ വേറെ കളറിലുള്ളതോ ഒക്കെ കാണുകയാണ് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഞാൻ ഷോർട്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്തേക്കാം. പിന്നെ തൊട്ടാവാടുകളെ പോലെ ഇതിൻ്റെ ഇലകളിൽ തൊടുമ്പോൾ ഇതിൻ്റെ ഇലകൾ ഉള്ളിലേക്ക് ചുങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ ഫിനോമിനന് പറയുന്ന പേരാണ് സീസ്മൊണാസ്റ്റി. ഇലകളുടെ പീറ്റിയോളിൻ്റെ അടിഭാഗത്തുള്ള പെൽവീനസ് എന്ന ഭാഗത്തിൻ്റെ സഹായത്തോടെയാണ് ഇത് സാധ്യമാകുന്നത്. അവിടെ ജലം നിറഞ്ഞു നിൽക്കുമ്പോൾ, വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ കോശങ്ങൾക്ക് ദൃഢത കൂടുതൽ കിട്ടുകയും ഇല ബലത്തോടെ നിൽക്കുകയും ചെയ്യും. അവിടുത്തെ വെള്ളം മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല തളരുകയും അതുപോലെ തന്നെ ചുങ്ങുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ ചെടിയുടെ ഇല നിവരുന്നതും ചുങ്ങുന്നതും. ഈ ചെടിയുടെ ഒരു ഫൈറ്റോ കെമിക്കൽ കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ അമെൻറ്റോ ഫ്ലേവോൺ, ഐസോ ഓറിയന്റിൻ, ല്യൂട്ടോളിൻ ഡെറിവേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലേവനോയിഡ്സ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഫിനോളിക് ആസിഡായ 4 കഫയോയിൽ ക്യുനിക് ആസിഡും 5 കഫയോയിൽ ക്യുനിക് ആസിഡും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കുപ്രസുഫ്ലേവോൺ, മീഥൈൽ ഈതേഴ്സ്, ഗ്ലൂക്കോസൈഡ്സ് എന്നീ പറഞ്ഞ വളരെ യുണീക്ക് ആയിട്ടുള്ള വേറെയും കോമ്പണൻസ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള ഇത്തരം കോമ്പൗണ്ട്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ, ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആൻഡ് ഇമ്മ്യൂണോ മോഡുലേറ്ററി പ്രോപ്പർട്ടീസിലേക്കാണ്.
അതുകൊണ്ട് തന്നെ ഇതിനെ അതായത് ഈ മുക്കുറ്റിയെ ഒരു ഫാർമക്കോളജിക്കൽ ട്രഷറായിട്ട് കണക്കാക്കാം. ഇനി നമുക്ക് ഈ ചെടിയുടെ ഒരു മെഡിസിനൽ യൂസേജും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. ട്രഡീഷണൽ മെഡിസിൻസ് ആയിട്ടുള്ള ആയുർവേദത്തിലും സിദ്ധയിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒറ്റമൂലിയായിട്ടും ഇത് വളരെയധികം യൂസ് ചെയ്യണ ഒന്നാണ്. ആയുർവേദത്തിൽ ദശപുഷ്പങ്ങളിൽ പെടുന്ന ഒരു സസ്യമാണിത്. ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഇലകളാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഈ ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് വിഷ്ണുക്രാന്തി, അതായത് കൃഷ്ണക്രാന്തി, കറുക, മുയൽ ചെവിയൻ, അതിന് ഒരു ചെവിയൻ എന്നും കൂടി ഒരു പേരുണ്ട്. പിന്നെ തിരുതാളി, ചെറുള, നിൽപ്പന, നെൽപ്പാത എന്നും പേരുണ്ട്. പിന്നെ കയ്യോന്നി, പൂവാങ്കുറുന്തൽ, മുക്കുറ്റി, ഉഴിഞ്ഞ എന്നിങ്ങനെയാണ് ഈ ദശപുഷ്പങ്ങൾ. അതിൽ മുക്കുറ്റി എന്ന് പറഞ്ഞ ഈ സസ്യം പൂർണ്ണമായും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുള്ളതാണ്. രുചിയിൽ ചെറിയൊരു കയ്പൊക്കെയുള്ള ഈ മുക്കുറ്റിക്ക് ഉത്തേജ ഗുണങ്ങളും ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആയുർവേദ പ്രകാരം ഉഷ്ണവർദ്ധകവും ശ്ലേഷ്മവർദ്ധകവുമായ ഈ സസ്യം ത്രിദോഷങ്ങളിൽ, അതായത് വാതപിത്ത ദോഷങ്ങൾക്ക് വളരെ ഫലപ്രദമാണെന്നും പറയുന്നുണ്ട്. അതുകൂടാതെ പനി, ഹെമറേജ്, ചുമ, അതിസാരം, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത്. കൂടാതെ മുക്കൂറ്റിക്ക് അണുനാശ സ്വഭാവമുള്ളതിനാലും, അതായത് ആൻറ്റിസെപ്റ്റിക് സ്വഭാവമുള്ളതിനാലും, പിന്നെ രക്തപ്രവാഹം തടയാനുള്ള കഴിവുള്ളതിനാലും അൾസറിനും മുറിവുകൾക്കും മരുന്നായി ഉപയോഗിക്കാറുണ്ട്. പിന്നെ മുക്കൂറ്റി ഒരു വിഷഹാരി കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് പാമ്പിൻ്റെ വിഷത്തിന് എതിരെ ഇത് ഉപയോഗിക്കില്ല. എന്നാലും കടന്നൽ, പഴുതാര എന്നിങ്ങനെയുള്ള ജീവികളുടെ കടിയേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്കൂറ്റി അരച്ച് അവിടെ തേക്കുകയും അതുപോലെ തന്നെ ഉള്ളിലേക്ക് എടുക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്. മുറിവ് പെട്ടെന്ന് ഉണങ്ങാനായിട്ടും മുക്കുറ്റി അരച്ച് തേക്കാറുണ്ട്. പിന്നെ വയറിളക്കത്തിന് ഒരു ഒറ്റമൂലിയായിട്ട് മുക്കുറ്റി അരച്ച് മോരിൽ കലക്കി കുടിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ കുടിച്ചിട്ടില്ല. ഇത് പറഞ്ഞു കേട്ട അറിവാണ്. വേറെയും മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഇതിനുണ്ട്. അതായത് പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ നോർമൽ ആക്കാനായിട്ട് ഇത് ബെനിഫിഷ്യൽ ആണെന്ന് പറയുന്നുണ്ട്. പ്രമേഹത്തിനായിട്ട് മുക്കുറ്റി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണ് ചെയ്യാറ്. ഒറ്റമൂലികളിൽ അതിരാവിലെ തന്നെ വെറും വയറ്റിൽ കഴുകി വൃത്തിയാക്കിയ മുക്കൂറ്റി ഒരെണ്ണം വെച്ച് ചവച്ച് തിന്നാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളാരും ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു നല്ലൊരു അറിവായിരിക്കും. എന്നിരുന്നാലും ഡോക്ടറിനെയൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചെടിയുടെ ഒരു ടോക്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ ഇത് നോൺ ടോക്സിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ മോഡേൺ ക്ലിനിക്കൽ ട്രയൽസിലും ഇതിന് അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഹൈ ഡോസേജസ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രഗ്നൻസി പീരീഡിലുള്ളവർക്കും പിന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ വേറെ മരുന്നുകൾ കഴിക്കുന്നവർക്കും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എക്സ്പേർട്സിൻ്റെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. ഇനി ഈ ചെടിയുടെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ പോളിനേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ സോയിൽ സ്റ്റെബിലൈസ് ചെയ്യും, മൈക്രോ ഹാബിറ്റാറ്റ്സ് ക്രിയേറ്റ് ചെയ്യും പുതിയതായിട്ടുള്ളത്. പിന്നെ ടീച്ചിങ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് ഒരു ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള കാരണം നമ്മുടെ തൊട്ടവാടി പോലെ ടീച്ചിങ് ടൂളായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട് സ്കൂളിലൊക്കെ. പിന്നെ നേച്ചർ എഡ്യൂക്കേഷനിലും കാര്യങ്ങളിലൊക്കെ തന്നെ ഇത് യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്കലി ആയുർവേദത്തിലും സിദ്ധ മെഡിസിൻസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ട്രൈബൽസൊക്കെ ഇത് ഒറ്റമൂലിയായിട്ടും പല രോഗങ്ങൾക്കും പല ചികിത്സയ്ക്കുമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഗാർഡൻസിലൊക്കെ ഈ ചെടി കാണുകയാണെങ്കിൽ കളയാന്നും പറഞ്ഞ് പറിച്ച് കളയരുത്. ഇത് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇത് റെയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ചെറിയ ചട്ടിയിലൊക്കെ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.